ഭക്തർ സന്നിധാനത്തും സന്നിധാനത്തിന് പരിസരത്തും ഒപ്പം പൊന്നമ്പലമേട് കണ്ണിൽ കാണാവുന്ന എല്ലായിടത്തും തമ്പടിച്ച് നിൽക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആ പുണ്യദർശനത്തിന്. മകരസംക്രമ സന്ധ്യയിലെ ദീപാരാധനയ്ക്ക് 18 മലകളുടെ അധിപനായ 18 മലകളുടെ നാഥനായ പൊന്നമ്പലവാസനായ അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ സർവാഭരണ വിഭൂഷിതനായി തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ദർശനം അതൊരു പുണ്യദർശനമായി എല്ലാ അയ്യപ്പ വിശ്വാസികളും അയ്യപ്പ ഭക്തരും കരുതുന്നു. ആ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഈ 18 എന്ന സംഖ്യ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാരണങ്ങളാൽ പ്രത്യേകതയുള്ളതാണ്. 18 മലകളുടെ അധിപനാണ് അയ്യപ്പൻ. അതിൽ 18 മലകളുടെ പേര് നോക്കിയാൽ പൊന്നമ്പലമേടും ഗരുഡൻമലയും നാഗമലയും സുന്ദരമലയും ചിറ്റമ്പലമേടും കൽഗിമലയും മാതങ്കമലയും മയിലാടുംമേടും ശ്രീപാദമലയും ദേവർമലയും നിലയ്ക്കൽ മലയും തലപ്പാറമല നീലിമല കരിമല പുതുശ്ശേരിമല കാളകെട്ടിമല ഇഞ്ചിപ്പാറമല ശബരിമല അങ്ങനെ 18 മലകളുടെ നാഥനാണ് പൊന്നമ്പലവാസനായ അയ്യപ്പൻ. അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ആ 18 പടികൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീകോവിൽ പോലെ ഏറ്റവും പുണ്യമെന്ന് കരുതുന്ന അയ്യപ്പ ഭക്തർ ഏറ്റവും ബഹുമാനത്തോടു കൂടി തൊട്ട് വണങ്ങുന്നു. ഓരോ പടിയും തൊട്ട് വന്നിച്ച് പടി കയറാനായാൽ, തിരക്കില്ലാതെ അങ്ങനെ കയറാനായാൽ ഏറ്റവും സഫലമായ ദർശനമെന്നാണ് അയ്യപ്പ വിശ്വാസികൾ അല്ലെങ്കിൽ ഓരോ സ്വാമിമാരും കരുതുക. അതുപോലൊപ്പം തന്നെ ഈ 18 മലകൾ ആണ് ഈ 18 പടികൾ എന്ന സങ്കല്പത്തിനൊപ്പം തന്നെ 4 വേദവും 6 ശാസ്ത്രവും 4 ജാതിയും ചതുരുപായങ്ങളും ചേർന്നതാണ് ഈ 18 പടികളെന്ന മറ്റൊരു വിശ്വാസം. ജീവൻ സദ് രജസ് തമസ് ഗുണങ്ങളും 14 ലോകങ്ങളുടെയും സങ്കല്പമാണ്. ഇതെല്ലാം ചേരുന്നതാണ് ഈ 18 പടികൾ എന്നത് മറ്റൊരു വിശ്വാസം. അങ്ങനെ പല വിശ്വാസങ്ങൾ ഈ 18 എന്ന സംഖ്യ 18 പടികളെ സംബന്ധിച്ചുണ്ട്. ശ്രീകോവിലിൻ്റെ സ്ഥാനം എടുത്ത് നോക്കിയാൽ 1200 മീറ്റർ ഉയരമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ശബരിമല ശ്രീകോവിൽ നിൽക്കുന്ന കരിങ്കല്ലുകളാൽ ചുറ്റും കരിങ്കല്ലുകളാൽ ഏതാണ്ട് 4 ആൾ ഉയരത്തിൽ കെട്ടി ഉയർത്തിയ സ്ഥാനത്താണ് ശബരിമല അയ്യപ്പൻ കുടികൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രീകോവിലുള്ളത് ആ കൺസ്ട്രക്ഷൻ ഏതാണ്ട് ഒരു 25 സെൻറ്റ് സ്ഥലത്തിനകത്ത് നിൽക്കുന്ന ഒരു ചുറ്റമ്പലവും എല്ലാം കൂടി ചേർന്ന ഒരു പ്രദേശമാണ്. വളരെ ചെറിയ ഒരു ശ്രീകോവിലാണ്. പക്ഷേ ഈ 18 മലകൾ ചുറ്റും നിൽക്കുന്നു. ആ 18 മലകളിലും മുമ്പ് ആരാധനയുണ്ടായിരുന്നു. പല മലകളിലും ഇപ്പോഴും ശ്രീകോവിലിൻ്റെയും അല്ലെങ്കിൽ ആരാധന നടന്നതിൻ്റെയും അവശേഷിപ്പുകളുണ്ട്. പലയിടങ്ങളിലും ഈ പറഞ്ഞ 18 മലകളിൽ പലയിടത്തു നിന്നാലും പൊന്നമ്പലമേട് കാണാനാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ 18 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ 18 പടികൾക്ക് അധിപനായ 18 അവസ്ഥകൾ, ജീവിതത്തിലെ 18 അവസ്ഥകൾ കടന്ന് ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു സ്വാമി എത്തുന്നു എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. അങ്ങനെ ഈ സ്വാമി എന്ന വാക്ക് മുമ്പ് വിജയകുമാർ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. സ്വാമി എന്ന് പറയുമ്പോൾ സ്വ എന്ന ശബ്ദം, അതിൻ്റെ പദശാസ്ത്രം എടുത്താൽ സ്വ എന്ന ശബ്ദം ആത്മബോധം, സ്വബോധം എന്നുള്ളതാണ്. അതിനപ്പുറം മാ എന്നാൽ ശിവനും ഈ എന്നാൽ ശക്തിയുമാണ്. ആത്മബോധവും ശിവശക്തിയും ചേർന്ന ഒരു വാക്കാണ്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട് കഴിഞ്ഞാൽ ഓരോ അയ്യപ്പനും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത്. ശബരിമലയിൽ എത്തുന്ന എല്ലാവരും സ്വാമി സ്വാമി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ആ ഓരോ അഭിസംബോധനയിലും ആത്മബോധം നിറഞ്ഞ ശിവശക്തിയുടെ സ്വരൂപമുള്ള അഭിസംബോധനയാണ്. ആ ചൈതന്യം നിറഞ്ഞ ഒരു അഭിസംബോധന കൂടിയാണ്. അത്ര ബഹുമാനത്തോടു കൂടിയാണ് ഓരോ മനുഷ്യരെയും. വലിയ തിരക്കുണ്ടാകുമ്പോൾ പോലും പോലീസ് സ്വാമിമാർ പോലും ഒരാളെ സ്വാമി എന്ന് വിളിക്കുന്നത്, ഇനി അത് എത്ര ഉച്ചത്തിൽ വിളിച്ചാലും അതിലൊരു ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ അടങ്ങിയൊരു വിളിയാണ് സ്വാമി എന്ന അഭിസംബോധന. സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ മാലയിട്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കും ഓരോ ഭക്തനും സ്വാമിയായി മാറുന്നു. ആത്മജ്ഞാനത്തിനപ്പുറത്തേക്ക് പരബ്രഹ്മത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ നെയ്ത്തേങ്ങയിലൊക്കെ അതിൻ്റെ ഒരു സങ്കല്പം കൂടി ഉണ്ടെന്ന് പറയാറുണ്ട്. കാരണം തേങ്ങയ്ക്കകത്തുള്ള തേങ്ങയുടെ വെള്ളം ഒഴുക്കിക്കളഞ്ഞ ശേഷമാണ് അതിൽ നെയ്യ് നിറയ്ക്കുക. അതായത് നമ്മുടെ ശരീരത്തെ തേങ്ങയായി സങ്കല്പിച്ചാൽ ജീവാത്മാവ് എന്നതാണ് ശരീരത്തിനുള്ളിലുള്ളത്. അതിന് സമാനമാണ് നെയ്യ്. ആ നെയ്യ് നമ്മൾ എന്ത് ചെയ്യുന്നു? സന്നിധാനത്തെത്തിക്കഴിഞ്ഞ് ഈ 18 പടികളും കയറി തത്വമസി ഒരു അറിഞ്ഞ ഒരു അയ്യപ്പ ഭക്തൻ ആ നെയ്ത്തേങ്ങ ഉടച്ച് അതിലെ നെയ്യ്, അതായത് ജീവാത്മാവിനെ അയ്യപ്പന് നിവേദിക്കുന്നു. അതിനുശേഷം ആ ഉടച്ച തേങ്ങ, അതായത് ശരീരം, നമ്മുടെ ശരീരമായി സങ്കല്പിക്കുന്ന ഉടച്ച തേങ്ങ ആഴിക്ക് പകരുന്നു. അങ്ങനെ അതുവരെയുള്ള തൻ്റെ ജീവിതത്തെ അവിടെ ഉപേക്ഷിക്കുകയാണ്. പിന്നീട് ആത്മത്തെ അറിഞ്ഞ് പരമാത്മാവിനെ അറിഞ്ഞ ഒരു സ്വരൂപമായാണ്, അല്ലെങ്കിൽ ഓരോ അയ്യപ്പനും ഒരു ദൈവമായ, അതാണ് തത്വമസി എന്ന് പറയുക. അത് നീയാകുന്നു, ദൈവത്തെ അറിയുന്ന അല്ലെങ്കിൽ പരമാത്മാവിനെ അറിഞ്ഞുള്ള ഒരു മടക്കമാണ്. അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടനം എന്നത് കേവലം 18 പടികൾ കയറി അവിടെ ചെന്ന് ശ്രീകോവിലിൽ തൊഴുതു വണങ്ങിയാൽ അല്ലെങ്കിൽ അവിടെ കാണിക്കർപ്പിച്ചാൽ അവസാനിക്കുന്നതല്ല. അതിനുശേഷവും മലയിറങ്ങുമ്പോഴും പിന്നീടുള്ള ജീവിതത്തിലും അടുത്തൊരു മണ്ഡലകാലത്തേക്ക് വ്രതകാലത്തേക്ക് എത്തും വരെയും ജീവിതത്തിൽ പകർത്തുന്ന
ഒരുപാട് ഗുണങ്ങളുടെ ഒരുപാട് മൂല്യങ്ങളുടെയൊക്കെ കൈപ്പിടിയിലാക്കുന്ന തിരിച്ചറിവിൻ്റെ ഒരു യാത്ര കൂടിയാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് തരത്തിൽ പല വിശ്വാസങ്ങളുടെയും ശൈവ വൈഷ്ണവ ശാക്തേയ ശ്രമണ മതങ്ങളുടെയൊക്കെ സ്വാധീനം അവിടുത്തെ പല ആചാരങ്ങൾക്കുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല വിശ്വാസ സംസ്കൃതികളുടെയും ഒരു സമ്മിശ്ര രൂപം കൂടിയാണ് പല ആചാരങ്ങളും. ഒരുപാട് വിശ്വാസങ്ങൾ ബുദ്ധമതത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു അയ്യപ്പൻ. അങ്ങനെ അതുപോലെ തന്നെ ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു അയ്യപ്പൻ. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ശബരിമലയോട്, അല്ലെങ്കിൽ അവിടുത്തെ ചുറ്റും നിൽക്കുന്ന ശബരിമല അയ്യപ്പന് ചുറ്റും നിൽക്കുന്ന മരങ്ങളോളം എണ്ണാവുന്ന അത്രയും കഥകളുണ്ട്, മിത്തുകളുണ്ട് അയ്യപ്പനുമായി ബന്ധപ്പെട്ട്. അതിലേത് ശരി ഏത് തെറ്റ് എന്നല്ല, അതിനെയെല്ലാം ഉൾക്കൊള്ളുന്ന ആ ആചാരങ്ങളെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു തീർത്ഥാടനമാണ് ശബരിമലയിലേത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, സാധ്യമായ എല്ലായിടത്തു നിന്നും പൊന്നമ്പലമേട്ടിലേക്ക് കണ്ണുന്നിട്ട് നമ്മുടെ ആ ദൃശ്യത്തിൽ തന്നെ വിദൂര ദൃശ്യത്തിൽ കാണുന്നത് പൊന്നമ്പലമേടാണ്, കിഴക്കൻ ചക്രവാളമാണ്. കിഴക്കോട്ട് ദർശനം, അയ്യപ്പൻ്റെ ദർശനമാണ്. കിഴക്കേ ദർശനത്തിൽ ആ പൊന്നമ്പലമേട് കാണാം, അയ്യപ്പൻ്റെ ശ്രീമൂലസ്ഥാനമായ പൊന്നമ്പലമേട്. അവിടെ മകര വിളക്ക് ദർശനത്തിന് വേണ്ടിയാണ് എല്ലാ ഭക്തരും കാത്തു നിൽക്കുന്നത്. കൈയടിച്ച് പാട്ടുപാടി സ്വാമിയെ ഭജിച്ചുകൊണ്ട് എല്ലായിടങ്ങളിലും ഭക്തർ ഇങ്ങനെ തിങ്ങി നിറയുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ശരംകുത്തിയിലേക്ക് എത്തിയ തിരുവാഭരണ ഘോഷയാത്രയെ, തിരുവാഭരണ പേടക വാഹക സംഘത്തെ ആചാരപൂർവ്വം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ നിന്നുള്ള എഴുന്നള്ളത്താണ്, ആ ഘോഷയാത്രയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വിജയകുമാർ, ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരംകുത്തിയിൽ നിന്ന് അല്പസമയത്തിനകം വലിയൊരു ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് നീങ്ങും. സന്നിധാനത്തേക്ക് നീങ്ങുന്നതിന് വേണ്ടി അവർ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനകം നമ്മൾക്ക് ഒരു പക്ഷേ സന്നിധാനത്തേക്ക് അടുക്കുമ്പോൾ, നടപ്പന്തലിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയും. ഇപ്പോൾ സന്നിധാനത്തെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ കേന്ദ്രങ്ങളിൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയാണ്. എല്ലാവരും എവിടെയൊക്കെയാണോ പൊന്നമ്പലമേട് ദൃശ്യമാകുന്നത് അവിടങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അയ്യപ്പ ദർശനത്തിന്, തിരുവാഭരണ ഘോഷയാത്ര ദർശിക്കുന്നതിന്, മകരവിളക്ക് ദർശിക്കുന്നതിന്, ദീപാരാധന ദർശിക്കുന്നതിനൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നേരത്തെ ഗോകുൽ പറഞ്ഞതുപോലെ ശബരിമല എന്നത് എല്ലാ പ്രതീകങ്ങൾ ഉൾപ്പെട്ട ആചാരങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. നെയ്ത്തേങ്ങ നിറച്ച് അത് ഇരുമുടിക്കെട്ടിലാക്കി ശബരിമലയിൽ കൊണ്ടുവന്ന് അവിടെ അത് ഉടച്ച് അതിലെ നെയ്യ് അവിടെ അഭിഷേകം നടത്തി, അല്ലെങ്കിൽ അഭിഷേകത്തിന് സമർപ്പിച്ച് അതിനുശേഷം അതിൻ്റെ തേങ്ങയുടെ പാതി അവിടെ കർപ്പൂരാഴിയിൽ കത്തിച്ച്, കർപ്പൂരാഴിയിലേക്ക് നമ്മൾ എറിയുന്ന തേങ്ങയുടെ പാതി എന്നത് നമ്മുടെ ജീവിതത്തിലെ ഇതുവരെ ചെയ്ത പാപങ്ങൾ, അതിലെ അഹംബോധം എന്ന് വെച്ചാൽ ഞാൻ എന്ന് നമ്മളെപ്പോഴും പറയുന്ന ആ ഞാൻ ഭാവത്തെ, ഞാൻ എന്ന അഹംഭാവത്തെ നമ്മൾ കർപ്പൂരാഴിയിൽ കത്തിച്ച് അതിനെ ചാമ്പലാക്കി, ആ ചാമ്പലുമായി പോകുന്ന ആ ഒരു അയ്യപ്പ ഭക്തനാണ് യഥാർത്ഥത്തിൽ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നത്. ഒരു നല്ല മനുഷ്യനായി തീർത്ഥാടനത്തിന് ശേഷം സന്നിധാനത്ത് നിന്ന് നാടുകളിലേക്ക് പോവുക എന്നതാണ്. നമ്മൾ 18-ാം പടി ചവിട്ടി വരുന്ന നമ്മളല്ല. നമ്മൾ ദർശനം നടത്തി വഴിപാട് കഴിച്ച് അവിടെ ഇരുമുടിക്കെട്ടിലെ എല്ലാം അവിടെ അർപ്പിച്ച് അതിലെ നെയ്ത്തേങ്ങ അവിടെ ഉടച്ച് അതിലെ നെയ്യ് അഭിഷേകം ചെയ്ത് അതിൻ്റെ പാതി നമ്മൾ കർപ്പൂരാഴിയിൽ സമർപ്പിച്ച് നമ്മൾ തീർത്ഥാടനം പൂർത്തിയാക്കി പോകുമ്പോൾ നമ്മൾ തീർത്ഥാടനത്തിന് വന്ന അയ്യപ്പനല്ല, തിരികെ പോകുന്നത് മറ്റൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ അഹംബോധത്തെ, ഞാൻ എന്ന ഭാവത്തെ നമ്മൾ അവിടെ കർപ്പൂരാഴിയിൽ എരിച്ച് ചാമ്പലാക്കിയാണ് പോകുന്നത്. ഒരു പക്ഷേ ചാമ്പൽ, അതാണ് ഭസ്മം, അത് നെറ്റിയിൽ തൊടുന്ന മറ്റൊരു വിഭാഗം ആളുകൾ ഒരു പക്ഷേ ലോകത്ത് എവിടെയും കാണില്ല. നെറ്റിയിൽ ഭസ്മം തൊടുക എന്ന് പറയുന്നത് നമ്മളുടെ നിസ്സാരത, മനുഷ്യൻ എത്രത്തോളം നമ്മളുടെ ജീവിതം എത്ര ചെറുതാണ്, എത്ര തീരെ ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന നിസ്സാരത, അതാണ് നമ്മളുടെ ഭസ്മം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ചാമ്പൽ നെറ്റിയിൽ അണിയുക എന്ന് പറയുന്നത് പോലെ ഈ ചാമ്പലാണ് നമ്മൾ തിരികെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഞാനല്ല, തീർത്ഥാടനം കഴിഞ്ഞ് നമ്മൾ മടങ്ങുമ്പോൾ മറ്റൊരു മനുഷ്യനാണ്. തീർത്ഥാടനത്തിൻ്റെ എല്ലാ തീർത്ഥാടനങ്ങളുടെയും എല്ലാ മതങ്ങളുടെയും തീർത്ഥാടനത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം അതാണ്. മനുഷ്യനെ വിമലീകരിക്കുക, മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക, ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാക്കുക, ഒരു സമൂഹത്തെ നല്ല സമൂഹമാക്കുക. ഇതാണ് എല്ലാ തീർത്ഥാടനത്തിൻ്റെയും പൊരുൾ. അത് മനസ്സിലാക്കി തീർത്ഥാടനം നടത്തുന്നുണ്ടോ ശബരിമലയിൽ എന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും നമ്മൾ അത് അനുഷ്ഠിക്കുന്നുണ്ട്, അനുഷ്ഠാനം എന്ന നിലയിൽ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ സിംബോളിക്കാണ്, പ്രതീകാത്മകമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കർപ്പൂരാഴി, അത് എരിയുന്നത് ഓരോ തീർത്ഥാടകൻ്റെയും അഹംബോധത്തെയാണ് ആ കർപ്പൂരാഴിയിലെ ആ തീ ആളിക്കത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കർപ്പൂരാഴിയിലേക്ക് വലിച്ചെറിയുന്നതെല്ലാം
എന്നിലെ അഹംബോധത്തെയാണ്, ഞാൻ എന്ന ഭാവത്തെയാണ്. അപ്പോൾ ഇല്ലാത്ത ഒരു മനുഷ്യൻ, അതാണ് ശബരിമലയിലെ തീർത്ഥാടനത്തിന് ശേഷം ആ തീർത്ഥാടനം പൂർത്തിയാക്കി നമ്മൾ നാട്ടിലേക്ക് പോകുന്നതാണ്. ശബരിമലയിൽ നമ്മൾ കൊണ്ടുപോകുന്ന വിഭൂതി, ആ പ്രസാദം നമ്മളുടെ വീട്ടിലെ പൂജാമുറിയിലോ നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിക്കുന്നുവെങ്കിൽ അത് എന്നിലെ അഹംബോധത്തെ ഞാൻ സന്നിധാനത്ത് അർപ്പിച്ച് അവിടെ ചുട്ടു ചാമ്പലാക്കിയ ശേഷമാണ് ഞാൻ ഇവിടെ ഇതായി പ്രസാദം കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ സങ്കല്പം. അങ്ങനെ ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഞാനും ദൈവവും ഒന്നാണെന്ന ആ പരമമായ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിട്ടയാണ്, ഒരു ആരാധനാ രീതിയാണ് ശബരിമലയിലുള്ളത്. അതാണ് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശബരിമലയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത കൂടി അതാണ്. ആ ലക്ഷ്യം പ്രാപ്തിയാണ് യഥാർത്ഥത്തിൽ ഈ 41 ദിവസത്തെ വ്രതവും അത് അനുഷ്ഠിക്കുന്ന രീതിയും, അത് അനുഷ്ഠിക്കുന്നതിന് ശേഷമുള്ള ഇന്ന് മാല ഊരിക്കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ നമ്മൾ എന്നത് ഒരു പക്ഷേ നമ്മൾ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിന് ഘടകവിരുദ്ധമാണ്. മാല ഊരിയാലും ആ അഹംബോധമില്ലാത്ത ഞാനാണ് ആ മാല ഊരിയത് എന്ന് നമ്മൾ കരുതണം. അതുകൊണ്ട് അയ്യപ്പ മുദ്ര ചാർത്തി തീർത്ഥാടനം പൂർത്തിയാക്കി അയ്യപ്പ മുദ്ര മാറ്റി നമ്മളുടെ മറ്റു ദൈനംദിന ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കരുതുന്നത് മാല ഊരിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ ആള്. അങ്ങനെയല്ല, തീർത്ഥാടനത്തിന് മുമ്പുള്ള ഞാനല്ല, തീർത്ഥാടനം പൂർത്തിയാക്കിയ ശേഷമുള്ള ഞാൻ എന്നതറിയുക. അവിടെ ഞാൻ എന്ന ഭാവം തന്നെയില്ല. അതുകൊണ്ടാണ് എല്ലാവരും അയ്യപ്പൻ എന്ന ആത്യന്തിക ലക്ഷ്യം ആ 41 ദിവസം മാത്രമല്ല, അതിനുശേഷവും നമ്മൾ നമ്മുടെ സഹജീവികൾ സകല ചരാചരങ്ങളും അയ്യപ്പനാകുന്നത്. അതുകൊണ്ടാണ് അയ്യപ്പ ധർമ്മവിശ്വാസം എന്ന് പറയുന്നത്. അത് ആത്യന്തികമായി ഒരു മനുഷ്യനെ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ചിട്ടവട്ടങ്ങളോടെയുള്ള ഒരു തീർത്ഥാടനമാണ്. ആ ചിട്ടവട്ടങ്ങളുടെ തീർത്ഥാടനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക, ഒരു സമൂഹത്തെ നല്ല സമൂഹമാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനവനിൽ മാധവനെ കാണുക എന്ന് വെച്ചാൽ മനുഷ്യനിൽ ദൈവത്തെ കാണുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവികമായ കർത്തവ്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവികമായ ചുമതല എന്ന് ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ശബരിമല തീർത്ഥാടനം നമ്മൾക്ക് മുന്നിൽ എല്ലാ ഘട്ടത്തിലും മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് തീർത്ഥാടകർ മാറുന്നുണ്ടോ എന്നത് ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ മാറിയാലും ഇല്ലെങ്കിലും ശബരിമല തീർത്ഥാടനം മുന്നോട്ട് വയ്ക്കുന്നത് അതുതന്നെയാണ്. മനുഷ്യനെ കൂടുതൽ നല്ലവനാക്കുക, കൂടുതൽ മനുഷ്യത്വമുള്ളവനാക്കുക, സഹജീവികളോട് കാരുണ്യമുള്ളവനാക്കുക, ഹൃദയാലുവാക്കുക, ആർദ്രതയുള്ളവനാക്കുക, അങ്ങനെ ഒരു നല്ല മനുഷ്യനാക്കുക, അങ്ങനെ നല്ല സമൂഹത്തെ സൃഷ്ടിക്കുക. ഇതാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ വലിയ ലക്ഷ്യം. നേരത്തെ ഗോകുൽ പറഞ്ഞതുപോലെ 18 എന്നത് യഥാർത്ഥത്തിൽ ശബരിമലയിൽ മാത്രമല്ല, നമ്മളുടെ ഇന്ത്യൻ രീതി അനുസരിച്ച് അല്ലെങ്കിൽ ഹിന്ദു രീതി അനുസരിച്ച് ഈ 18 പുരാണങ്ങൾ, ഭഗവത്ഗീത മഹാഭാരതത്തിൽ 18 പർവ്വങ്ങൾ, കുരുക്ഷേത്ര യുദ്ധം 18 യുദ്ധമായിരുന്നു, 18 ദിവസം നീണ്ട യുദ്ധമായിരുന്നു. അങ്ങനെ 18 വലിയ പ്രാധാന്യമുണ്ട്. ശബരിമലയിലെ ആ 18ാം പടി ഈ 18 മലകളെ പ്രതിനിധീകരിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മളുടെ സത്വരജോ തമോ ഗുണങ്ങൾ, അല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങൾ, 3 ഗുണങ്ങൾ, പിന്നീടുള്ളത് കാമക്രോധ മോഹ ലോഭാദികളാകുന്ന 18 രാഗ ഗുണങ്ങൾ, പിന്നീടുള്ളത് വിദ്യയും അവിദ്യയും 17-18 പടികൾ. അങ്ങനെ 18ാം പടിക്ക് പല പല സങ്കല്പങ്ങളുണ്ട് 18ാം പടിക്ക്. എന്തായാലും അതിനെയൊക്കെ കീഴടക്കി, അതായത് 18ാം പടി ചവിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കുന്നു ആദ്യം, പിന്നീട് കാമക്രോധ മോഹ ലോഭാദികളെ കീഴടക്കുന്നു, പിന്നീട് വിദ്യയും അവിദ്യയും കീഴടക്കുന്നു. അങ്ങനെ നമ്മൾ 18 പടിയും കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പ്രജ്ഞാനം ബ്രഹ്മ അല്ലെങ്കിൽ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന ഈ വേദവാക്യങ്ങൾ നമ്മൾ അതിൻ്റെ പൊരുളായി മാറുന്നു. പ്രജ്ഞാനം ബ്രഹ്മ, ഞാൻ തന്നെയാണ് പ്രജ്ഞാനം, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി, ആ ബ്രഹ്മം എന്നത് ഞാനാകുന്നു, അല്ലെങ്കിൽ തത്വമസി അത് ഞാനാകുന്നു എന്ന ഈ വേദവാക്യങ്ങളുടെ മഹാവാക്യങ്ങളുടെ സാരം ഉൾക്കൊണ്ട ഒരു മനുഷ്യനായി മാറുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ശ്രീകോവിലാണ്. ശ്രീകോവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ അയ്യപ്പനെ കാണാം. അതിൻ്റെ പിന്നിൽ വിളക്കുണ്ടപ്പോൾ പണ്ട് സുകുമാർ അഴീക്കോട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, എന്തിനാണ് ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ ശബരിമല തീർത്ഥാടകർ നമ്മൾ ഇത്രയും കല്ലും മണ്ണും ഒക്കെ ചവിട്ടി പാറയും ഒക്കെ കടന്ന് വലിയ കാനനപാതകളൊക്കെ താണ്ടി അവിടെ ചെന്ന് ശ്രീകോവിലിന് മുന്നിലേക്ക് നോക്കുമ്പോൾ ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന അയ്യപ്പനെ കണ്ടിട്ട് നമ്മൾ അയ്യപ്പ സ്വാമി എന്ന് വിളിച്ചിട്ട് പിന്നെ കണ്ണടയ്ക്കുന്നത് എന്തിനാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഇതിലേറ്റവും മൂല്യമുള്ള കാര്യം. കണ്ണടയ്ക്കുന്നത് നീ നിൻ്റെ ഉള്ളിലുള്ള അയ്യപ്പനെ കാണാനാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണുന്ന വിഗ്രഹം എന്ന് പറയുന്നത് നിൻ്റെ ഉള്ളിലുള്ള വിഗ്രഹം തന്നെയാണ്. അപ്പോൾ നീ നോക്കുക, ആ ശ്രീകോവിലുള്ള വിഗ്രഹം തന്നെ കണ്ണടയ്ക്കുമ്പോൾ നിൻ്റെ ഉള്ളിലുമുണ്ട് എന്നുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന വേദവാക്യങ്ങൾ പോലെ
അയ്യപ്പനെ കണ്ട് ഇത്രയും കഠിന യാത്രകളൊക്കെ നടത്തി നമ്മൾ ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ അയ്യപ്പ എന്ന് വിളിച്ച് ഒറ്റ നോട്ടം നോക്കി ആകെ നമുക്ക് കിട്ടുന്നത് 20 സെക്കൻഡ് ആണെങ്കിൽ അതിൽ 15 സെക്കൻഡിൽ നമ്മൾ കണ്ണടച്ച് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കണ്ണടച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മളുടെ ഉള്ളിലുള്ള അയ്യപ്പനും അകത്ത് ശ്രീകോവിലിൽ ആ ദിവ്യപ്രഭയിൽ, കർപ്പൂരപ്രഭയിൽ, നെയ്വിളക്കിൻ്റെ പ്രഭയിൽ അഭിഷേകമൊക്കെ കഴിഞ്ഞ് ഭസ്മമൊക്കെ ഇട്ട് നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന അയ്യപ്പനും ഒരാൾ തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ തീർത്ഥാടനം പൂർത്തിയാക്കുന്നത്.